ഇതാണ് സീതാപാദം. സ്വാമി ഇരിപ്പുണ്ട്. സീതാപാദം ചുറ്റും പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് അടിപൊളി കാറ്റാണ്. ഈ കൊച്ചു മരങ്ങളില്ലായിരുന്നെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടിയാനായിരുന്നു. താഴെ ഒരു മുട്ടക്കുന്ന് പോലെ ഒരെണ്ണം നിൽക്കുന്നു. എല്ലാം മീശപ്പുല്ലെല്ലാം വളർന്നു കയറി നിൽക്കുന്നു. ഓ, ഈ കാറ്റിൽ മറിഞ്ഞ് താഴെ വീഴുമല്ല, അത്രയ്ക്ക് വലിയ കൊക്കയാണ്. ഹലോ സുഹൃത്തുക്കളെ, ഇപ്പം ഞാൻ നിൽക്കുന്നത് പൊന്മുടിയിലാണ്. പൊന്മുടിയിൽ ഇന്ന് മകരം 1 മകരം 1 തീയതി ഇവിടെ സീതാതീർത്ഥം ക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്ത് പൊങ്കാലയാണ്. വർഷത്തിൽ ഒരിക്കൽ ഇവിടെ ആദിവാസി കാണി വിഭാഗക്കാരുടെ ഒരു ക്ഷേത്രമുണ്ട്, സീതാദേവി ക്ഷേത്രം. അപ്പോൾ അവിടെ വർഷത്തിൽ ഒരിക്കൽ എല്ലാവർക്കും പ്രവേശനം ഉള്ളൊരു ദിവസമാണ്. എല്ലാ പൊതുജനങ്ങൾക്കെല്ലാം ഫ്രീ ആയിട്ട് കയറി വരാവുന്നതാണ്. പൊന്മുടി ഉണ്ട്, ഇതാണ് പൊന്മുടി. ആ പൊന്മുടിയുടെ ഇടതുവശത്തൂടെ പോകുമ്പോഴാണ് ഈ സീതാദേവി ക്ഷേത്രം. അപ്പോൾ ഇന്ന് പൊങ്കാല ആയതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോകും. ധാരാളം ജനങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. നമുക്ക് ഏതായാലും സീതാതീർത്ഥം ക്ഷേത്രത്തിലേക്ക് പോകാം. ഈ ആൾക്കാരെല്ലാം അങ്ങോട്ട് പോകുന്നതാണ്, സീതാതീർത്ഥത്തിലേക്ക് പോകുന്നവരാണ് ഇവരെല്ലാവരും. ധാരാളം ആൾക്കാരാണ്. അടിപൊളി. ഇനിയിപ്പോൾ അവിടെ അടുത്തടുത്ത് കടകളൊക്കെ ധാരാളമുണ്ട്. അവർ കാട്ടിനകത്തേക്ക് കയറുന്ന കണക്കുണ്ട്. നല്ല ഫീൽ കണ്ട്. അതോ ഒരു കാടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അടിപൊളി ഫീൽ. ആൻറ്റി പോർച്ചിങ് ക്യാമ്പ് ഷെഡ്, ആൻറ്റി പോർച്ചിങ് കേരള വനം വന്യജീവി വകുപ്പ് പൊന്മുടി സെക്ഷൻ. അടിപൊളി കാഴ്ചകളാണ്. നമുക്കിവിടെയൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെയൊന്നും നമുക്കൊന്ന് തിരിച്ചു നോക്കാം. അടിപൊളി കണ്ട നല്ല രസമുണ്ട്. രാവിലത്തെ സൂര്യപ്രകാശം നല്ല രസമുണ്ട്. നല്ല രസത്തിൽ കാണാം. ഏതായാലും എടുത്തെടുത്തങ്ങ് പോകാം. ഫോട്ടോ എടുത്തെടുത്തങ്ങ് പോവാം. പൊന്മുടിയപ്പ. നമ്മൾ പൊന്മുടിയിലെത്തിപ്പോയി. മീശപ്പുൽമല എത്തിപ്പോയി പൊന്മുടി എത്തിപ്പോയി. ഇവിടെ അക്കേഷ്യ മരങ്ങളും ചന്ദന മരങ്ങളും എല്ലാം മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ഏതാണ് ചന്ദന മരം ഏതാണ് അക്കേഷ്യ മരം എന്നറിയാത്ത രീതിയിൽ. പോലീസ് സ്റ്റേഷൻ വന്നാച്ചേ. ഇനി നമുക്ക് സീതാതീർത്ഥ ക്ഷേത്രത്തിലേക്ക് പോകണം. സീതാതീർത്ഥ ക്ഷേത്രം നമ്മൾ പൊന്മുടിയിലെത്തി. പൊന്മുടി ഹില്ലിലെത്തി. പൊന്മുടി കണ്ടേ മീശപ്പുൽമല കണ്ടേ. നമ്മൾ മീശപ്പുൽമല കണ്ടേ. താഴെ എല്ലാം അടിപൊളി. പൊന്മുടിക്ക് കാറുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളും പോണു. നൈറ്റ് വീണപ്പോൾ അതിമനോഹരമായിരിക്കണം. അപ്പോൾ നമ്മൾ ഒന്ന് എടുത്തിട്ട് പോവാം. ഏതായാലും ഇവിടം വരെ വന്നില്ലേ. വരയാട് മുട്ടം പണ്ട് ഞാൻ ഒരിക്കലും പോയിട്ടുള്ളതാണ് സുഹൃത്തുക്കളുമായിട്ട്, ഈ വരയാട് മുട്ടത്തിലെ. പക്ഷെ അപ്പം അവിടെ ആടൊന്നുമില്ല. പിന്നെ അത്രയും ഹൈറ്റിൽ കയറിയിട്ട് ഒരു 5-10 കിലോമീറ്ററോളം നടക്കണം.
നല്ല ലോങ്ങൊക്കെ ലൈറ്റ് വീണപ്പോൾ നല്ല മനോഹരം കാണാം, നയനമനോഹരം. ക്യാമറയിൽ എങ്ങനെ മനോഹരം എന്നറിയത്തില്ല. താഴെയൊക്കെ മീശപ്പുല്ലുകളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് കാണാം, നല്ല രസമുണ്ട്. ഉണ്ട് മീശപ്പുല്ല് നോക്കി, മീശപ്പുല്ലൊക്കെ ഇങ്ങനെ താഴോട്ടും വളർന്നു നിൽക്കുന്നു. കാറ്റ് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്ര നല്ല കാറ്റ്. ഓഹോ, അതിമനോഹരം കാഴ്ചകൾ. വരയാടുമുട്ടത്തിൽ പോയാലേ, ഞാൻ ഒരിക്കലും പോയതാണ്, നടന്ന് ഉപ്പാട് വരും. ഈ കാണുന്ന മരയാടുമുട്ടത്തിൽ പോയാൽ, പക്ഷേ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആടിനെ കാണാൻ പറ്റും. നമ്മൾ അത് പ്രതീക്ഷിച്ചാണ് പോണത്. ആടിനെ, പോത്തിനെ, പശുവിനെ പോലും കാണാൻ പറ്റില്ല. വെറുതെ അന്ന് ഒരു 3,000-4,000 രൂപ ഞാൻ കളഞ്ഞു. അതുള്ള പ്രതീക്ഷയോടെ വരയാട്. അത് നമ്മളിവിടെ പൊന്മുടി വരുമ്പോഴും വരയാടിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്, മറ്റേ പ്രതിമ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ വരയാടുമുട്ടത്തിൽ പോയിട്ടും കണ്ടിട്ടില്ല, ഇപ്പോൾ ഇവിടെ പൊന്മുടി വന്നിട്ടും കണ്ടിട്ടില്ല. ഏതായാലും നമുക്ക് പൊന്മുടി ഹില്ലിലേക്ക് കയറാം. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയുമ്പോഴാണ് ഈ സീതാതീർത്ഥം ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. കുപ്പിയും പ്ലാസ്റ്റിക്കും എല്ലാം ഇവിടെ കൂട്ടി വെച്ചിരിക്കുന്നു. അവിടെ ഡംപ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് പോകേണ്ടത്. നിങ്ങൾക്ക് സ്വാഗതം പൊന്മുടി സീതാതീർത്ഥം ക്ഷേത്ര ട്രസ്റ്റ്. വണ്ടി മകളിൽ വയ്ക്കാം നമുക്ക്. ഫയർ എഞ്ചിനൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇന്ന് സർക്കാർ വാഹനങ്ങളും എല്ലാം കിടപ്പുണ്ട്. നമുക്ക് ഏതായാലും താഴോട്ട് പോകാം. ധാരാളം ആംബുലൻസ് വാഹനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പൊങ്കാല എത്ര മണിക്ക്? പൊങ്കാല ഇപ്പൊ തുടങ്ങി കാണും. അയ്യോ, 10:30 ആയില്ലേ? ഇവരൊക്കെ സീതാദേവി ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നവരാണ്, മടങ്ങി വരുന്നവരാണ്. ഞാൻ അല്പം ലേറ്റായിപ്പോയി. രാവിലെ 10:30 10:30 പൊങ്കാല തുടങ്ങും. 12-1 മണി വരെയാണ് അതിൻ്റെ. DYFI ഇവിടെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് പൈനാപ്പിളും വെള്ളം എല്ലാം കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും കഴിച്ചു, ഞാനും പറഞ്ഞു കൊടുത്ത്. ഇവിടെ നിരോധിത മേഖല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഫോറസ്റ്റിൻ്റെ അണ്ടർടേക്കിങ്ങിലുള്ളതാണ്. അപ്പോൾ വർഷത്തിൽ ഒരിക്കലാണ് പൊതുജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ചില ദിവസങ്ങളിൽ ഈ കാണിക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഇവിടെ പൂജ നടത്തുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കും. അതല്ലാത്തപ്പോൾ ഇവിടെ ആർക്കും പ്രവേശനമില്ല. പാസ് മൂലം, ഫോറസ്റ്റിൻ്റെ ഗൈഡുമായിട്ട് വന്നാൽ മാത്രമേ ഇവിടെ പോകാൻ പറ്റത്തുള്ളൂ. പാസ് മൂലമാണ്. ഈ ഒരു ദിവസം മാത്രം ഭക്തജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും. എല്ലാവർക്കും ഫ്രീ പാസ്സാണ്. അവിടെ താഴെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് കയറി വരാൻ പറ്റത്തുള്ളൂ. ഇവിടെയുള്ള നാട്ടുകാർക്ക് അങ്ങനെ പേര് രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും കയറി വരാൻ കുഴപ്പമില്ല. ദൂര സ്ഥലത്ത് നിന്ന് വരുന്നവർ ഈ സീതാദേവി ക്ഷേത്രത്തിലേക്കാണ് വരുന്നതെങ്കിൽ അത് പ്രത്യേകം എഴുതി കൊടുത്തിട്ട് വരണം. ഇവിടെ ഒരു ആരോ മാർക്കൊക്കെ എഴുതിയിട്ടുണ്ട് സീതാതീർത്ഥത്തിലേക്ക് പോകാനുള്ള. എന്താ ആരോ മാർക്ക് എഴുതി ഇവിടുന്ന് നമുക്ക് പോകാമെന്നാണ്. ഇച്ചിരി ഇരുട്ടും ഇനി ഒരു വനം പോലെയാണ് ഇനി അങ്ങോട്ടുള്ളത്. മഴക്കാലമാകുമ്പോൾ അട്ടശല്യമൊക്കെ ഭയങ്കരമായിരിക്കും. ഇപ്പം പിന്നെ അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ആൾക്കാരൊക്കെ അവിടെ പോയിട്ട് വരുന്നവരാണ്. ഇവിടെ പ്രാദേശികവാസികളൊക്കെ തന്നെയാണ്. ചോലവനമാണ്. ഈ ചോലവനത്തിൽ നിന്നാണ് പുഴയുടെയും കാലിൻ്റെയൊക്കെ തുടക്കം. ഇവിടെ നിന്നാണ് ഓരോ വെള്ളത്തിൻ്റെ നീർച്ചാലുകളുടെ തുടക്കം ഈ ചോലവനത്തിൽ നിന്നാണ്. ഇവിടെ ചുറ്റും ചോലവനങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക സ്മെല്ലും പൂവിൻ്റെയൊക്കെ മണം വരുന്നുണ്ട്. എന്ത് പൂവാണ് അങ്ങനെ ഒരു പ്രത്യേക കാട്ടിലൊക്കെ വളരുന്ന ഏതോ പൂവിൻ്റെയാണ് നല്ല സ്മെല്ല് വരുന്നത്. ഏതായാലും നമ്മളിച്ചിരി ഒരല്പം ലേറ്റായോ എന്ന് സംശയമുണ്ട്. എങ്കിലും 10:30 പൊങ്കാല നടക്കുന്നത്. പിന്നെ അവിടെ നിന്ന് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കിട്ടും നാട്ടുകാർക്ക് ഈ ദിവസം. പിന്നെ പൊങ്കാല ഇടുന്ന അതുമൊക്കെ ഉണ്ട്. ധാരാളം ഭക്തജനങ്ങൾ വരുന്നൊരു ഇടമാണ്. ആറ്റുകാൽ പൊങ്കാലില്ല, അതുപോലെ പൊങ്കാല ഇടുന്നതാണ്. മറ്റേ മണ്ടയ്ക്കാട് പൊങ്കാല അതുപോലെയൊക്കെ പൊങ്കാല ഇടുന്നത്. ഇത് സീതാദേവി. നിങ്ങളിത് കഴിഞ്ഞാൽ രാവിലെ തുടക്കമായിരുന്നാ?
നല്ല പണ്ടരെടുപ്പ് കുറച്ച് നേരം കഴിഞ്ഞേ ആണല്ലേ? അയ്യോ, അവിടെ നീ സീതയും രാമനും ഒക്കെ ആയിട്ട് അണിഞ്ഞിറങ്ങിയുള്ള ഇതുണ്ട്. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റില്ല, അല്പം ലേറ്റായിപ്പോയി. പിന്നെ കുറച്ച് നേരം നമുക്കത് പൊങ്കാല ഇടുന്നതിൻ്റെ ആ മൂർത്തിൻ്റെ അവസ്ഥയിലാണ്. നമുക്ക് പോയി നോക്കാം. ഏതായാലും ചോല വനങ്ങൾ ചുറ്റും മരം സ്വാഭാവികമായിട്ട് നശിച്ച് നിൽക്കുന്നു. മറ്റേ വണ്ടുകളൊക്കെ കുത്തിയതുപോലെയുണ്ട്. അമ്മച്ചിമാരൊക്കെ ഇച്ചിരി സ്ലോ ആണ്. ഞാൻ 18 വയസ്സേ ഉള്ളൂ, അതുകൊണ്ട് ഭയങ്കര സ്പീഡാണ് അല്ലേ? എന്നെ കണ്ടാലേ പറയല്ലേ 18 വയസ്സേ ഉള്ളതല്ലേ? ആ, ഇന്നലെയാണ് ഓട്ടവകാശം കിട്ടിയത്. ആ, നമ്മളിച്ചിരി സ്പീഡിൽ പോവുകയാണ്. നമുക്ക് ഓൺ ദി സ്പോട്ടിൽ എത്രയും പെട്ടെന്ന് എത്തണം. അപ്പോൾ നമുക്കതിൻ്റെ ചടങ്ങുകളൊക്കെ അല്പം ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വനമാണ്, കണ്ട കറക്റ്റ് വനമാണ്. ഇതിനകത്ത് അല്ലാത്തപ്പോൾ പ്രവേശനമില്ല ആർക്കും. ഫോറസ്റ്റുകാരുടെ അണ്ടർടേക്കിങ്ങിലുള്ളതാണിത്. മൂത്രപ്പുരയൊക്കെയുണ്ട്. സീതാതീർത്ഥം, പൊന്മുടി മൂത്രപ്പുരയൊക്കെയുണ്ട്. പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്കാണത്. ആ, ഇവിടെ തിരക്കായി കേട്ടോ, നല്ല തിരക്കായി. ആൾക്കാരെല്ലാം വന്നുകൊണ്ടേയിരിക്കുന്നു, വന്നും പോയി കൊണ്ടേക്ക് ഇരിക്കുന്നു. ധാരാളം ആൾക്കാർ. എൻ്റെ പിള്ളേർ രാമനും സീത എല്ലാം കഴിഞ്ഞ് അല്ലേ? നിങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലേ? ഘോഷയാത്ര കഴിഞ്ഞല്ലേ? ആ, കയറി വരാൻ താമസിക്കും. നമുക്ക് ഇങ്ങനെ കുറുക്ക് വഴി കയറാം. നമുക്ക് 18 വയസ്സല്ലേ ആയുള്ളൂ, അതുകൊണ്ട് ഇത് വഴി കയറാം. പറഞ്ഞൊരു സംഭവം കഠിനമെൻ്റെ അയ്യപ്പോ മല കയറ്റം കഠിനമെൻ്റെ അയ്യപ്പോ. കയറി വരുന്നത് നമ്മൾ അത് നോക്കിയാൽ നമ്മുടെ കയറ്റം നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി സ്പീഡിലങ്ങ് നടന്നു പോവുകയാണ്. എന്താ, ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ, വന്ന് പോകുന്നവർ തന്നെ ധാരാളം പേരുണ്ട്. അപ്പോൾ നമ്മൾ കണക്ക് സീതാക്ഷേത്രത്തിലേക്ക് പോകുന്നവരുമുണ്ട്, തിരിച്ച് വരുന്നവരുണ്ട്. കാറ്റടിക്കുമ്പോൾ മരങ്ങളൊക്കെ, ചോലമരങ്ങളൊക്കെ തമ്മിലടിക്കുന്ന ശബ്ദം കേൾക്കാം. ആർക്കും വഴി തെറ്റുമില്ല, നടപ്പാത കറക്റ്റായിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ, അതുകൊണ്ട് ആൾക്കാരെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് വരുന്നവരുമുണ്ട് കേട്ടോ. അതായത് ഘോഷയാത്രയുണ്ടായിരുന്നു. ഘോഷയാത്രയ്ക്ക് നമുക്ക് പങ്കുചേരാൻ പറ്റിയില്ല, രാവിലെ ആയിരുന്നു. ഇവിടെ ക്ഷേത്രത്തിനടുത്തേക്ക് വന്നപ്പോൾ നല്ല തിരക്കായല്ല. ക്ഷേത്രത്തിനടുത്ത് വരുന്തോറും നല്ല തിരക്കായി. ഇനി കുറച്ചുകൂടെ ഉള്ളു. ഇനി ചോലമരത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വെയിലാണ്. അതിന് മുമ്പ് ഇച്ചിരി റിലാക്സ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇവിടെ ഇന്ന് ചാറ്റുപാട്ട് കേൾക്കാം. സീതാതീർത്ഥ ക്ഷേത്രത്തിലെ ചാറ്റുപാട്ട് കാണിക്കാർ ഒരു ചാറ്റുപാട്ട് പാടിയാണത് വാഴ്ത്തി 101 തിരകളെ വാഴ്ത്തി ഒതുക്കി, അങ്ങനെയാണ് അതിൻ്റെ ഐതിഹ്യമൊക്കെ പറയുന്നത്. അത് അവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഐതിഹ്യം. നമ്മൾ മതപരമായ ഐതിഹ്യങ്ങളൊന്നും വലുതായിട്ട് നോക്കുന്നില്ല. എങ്കിലും അതങ്ങ് അവിടെ മല മുകളിലാണ്, കുറച്ചധികം ദൂരമുണ്ട്. എങ്കിലും ഇവിടെ ഈ കുറുക്കൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്.
ഇവിടെ അതിമനോഹരമാണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് നല്ല കാഴ്ചകളൊക്കെയാണ്, കാഴ്ചാനുഭവമാണ്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. കുട്ടികളെല്ലാം ഇപ്പോൾ പാറപ്പുറത്തുമൊക്കെ നിന്ന് ആടിപ്പുറത്തൊക്കെ നിന്ന് ഇവിടെ നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ്. മീശപ്പുല്ലൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീല് തരുന്നുണ്ട് മീശപ്പുല്ലുകൾ. മീശപ്പുൽമല ഘോഷയാത്രയെല്ലാം കഴിഞ്ഞല്ലേ? ഓഹോ. നിങ്ങളെവിടെയാണ് ഉള്ളത്? എവിടെയുള്ളത്? ഇതിലെയുള്ളതാണല്ലേ? ഏതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. ധാരാളം ആൾക്കാരാണ് കേട്ടോ. ഒരു വർഷത്തിലൊരിക്കലാണ് ഇങ്ങനെ ഒരു അവസരം എല്ലാവർക്കും കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പ്രവേശനമുണ്ട്, പക്ഷേ അത് ഫോറസ്റ്റിൽ നമ്മളതിൻ്റെ പാസ് എടുത്ത് നമുക്കൊരു ഗൈഡ് ഉണ്ടാകും. ആ ഗൈഡുമായിട്ടായിരിക്കും 5-10 പേരൊക്കെ ആയിട്ടായിരിക്കും അതിൻ്റെ ഗൈഡിൻ്റെ കൂടെ വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ വരയാട് മുട്ടത്തിലും അങ്ങനെ തന്നെയാണ്. വരയാട് മുട്ടത്തിൽ പോകുമ്പോഴും അവിടെയും ഇതുപോലെയൊക്കെ തന്നെയാണ്. നല്ല തിരക്കാണ്. പൊങ്കാല പരിപാടികളൊക്കെ നല്ല മനോഹരമായിട്ട് നടക്കണം. അതെല്ലാം നമുക്ക് പൊങ്കാലൊക്കെ കണ്ട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഉത്സവ കമ്മിറ്റി ഓഫീസ് ഗോത്രാചാര കൊടുതി. അതിൻ്റെ തന്നെ ആൾക്കാർ വന്നിരിപ്പുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അതിൻ്റെ തന്നെ ഒരു തീർത്ഥക്കല്ലാണ് സീതാദേവി. ഇതാണ് സീതാതീർത്ഥ കുളം എന്ന് പറയുന്ന ഇതാണ് സീതാതീർത്ഥക്കുളം. ഇതാണെന്നാണ് പറയുന്നത്. അപ്പോൾ സീതാദേവി വനവാസത്തിന് വന്നപ്പോൾ ഇവിടെ കുളിച്ചെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചെരുപ്പ് വരണം. എങ്ങനെയാണ്? ആ ഇവിടെ അതിമനോഹരമായ കാഴ്ചകളാണ്. ആദിവാസി ഗോത്രവിഭാഗത്തിന്റെ ആചാരപ്രകാരമാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. എല്ലാ വർഷവും മകരമാസം 1-ാം തീയതിയാണ് ഇവിടുത്തെ ഉത്സവം. ആദിവാസി വിഭാഗത്തിന്റെ വിശ്വാസപ്രകാരമുള്ള എല്ലാ ആചാരങ്ങളും ഇവിടെ നടത്തപ്പെടുന്നു. ഇതാണ് സീതാപാദം. സ്വാമി ഇരിപ്പുണ്ട്. സീതാപാദം ചുറ്റും പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് ഇപ്പോൾ പൊങ്കാലടുപ്പുകളൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്ര മണിക്കാണ് പൊങ്കാല സമയം? 10:30 അല്ലേ? ഇവിടെ ഉള്ളതാ? ഇവിടെ തന്നെ ഉള്ളതാ? നിങ്ങൾ എവിടെ? പൊങ്കാല അടുപ്പുകളൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. 10:30ക്കാണ് സമയം എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലായിടത്തും ജനങ്ങൾ ധാരാളം പൊങ്കാല അടുപ്പുകളാണ്. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു അക്കാര്യം നമ്മൾ കണ്ടതാണ് പൊങ്കാല അടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. എല്ലാ വർഷവും വരുമോ പൊങ്കാല അടുപ്പിടാൻ? ആദ്യമായിട്ടാണ് വരുന്നത്. ചുറ്റും ആൾക്കാരാണ്. നമുക്ക് നടന്ന് പോകാൻ പറ്റാത്ത അത്രയും തിരക്കിൽ
നല്ല തിരക്കിലാണ്. ഈ മല മുഴുവൻ പൊങ്കാല അടുപ്പുകളാണ്. കഴിഞ്ഞ വർഷത്തേക്കാളും ധാരാളം ആൾക്കാർ ഇവിടെ പൊങ്കാലയുടെ ഉണ്ടെന്നുള്ളതാണ്. പൂർവ്വം എല്ലാവരും പൊങ്കാല അടുപ്പുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഭക്തി ആദരപൂർവ്വം പൊങ്കാല. ശക്തമായ കാറ്റ് ഏത് സമയം ചുറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ പൊങ്കാലയിടുന്ന ഓരോ ഭക്തജനങ്ങളും ശ്രദ്ധാപൂർവം നിൽക്കേണ്ടതാണ്. കാട്ടുതീ പടരാൻ സാധ്യതയുള്ളതിനാൽ വോളണ്ടിയേഴ്സ് വളരെയധികം ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പോണാടേ പൊങ്കരയിടാൻ വന്നേ. അങ്ങനെ പൊന്മുടി സീതാതീർത്ഥത്തിൽ വന്ന് തീർത്ഥം കുടിച്ചു. അവരെ കാണാൻ ധാരാളം ഭക്തജനങ്ങളാണ് ഈ ഒരു ഒറ്റ ദിവസം വരുന്നത്. ക്ഷേത്രത്തിൻ്റെ പുറയിലും പുക ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുകയിലുമൊക്കെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് 10:30 പറയുന്നത്. അയ്യോ, ഭയങ്കര പുക. നമ്മളല്പം താമസിച്ച് പോയത് കൊണ്ടുള്ള ഇതുണ്ട്. വലിയ ഘോഷയാത്രകളൊക്കെ കാണാമായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ചണ്ടവാദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇലത്താളം, ചണ്ടവാദ്യം, കലാകാരന്മാരൊക്കെ ഇങ്ങനെ താളത്തിരിക്കുകയാണ്. പൊങ്കാല അടുപ്പുകളൊക്കെ തയ്യാറായി വരുന്നുണ്ട്. വലിയ അടുപ്പിലും പൊങ്കാല. ഇത് പായസമാണ്. ഇതെന്തുവാണ്? പായസം. ഈ ക്ഷേത്രം വകയാ? സുഹൃത്തുക്കളെ, ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് അഗസ്ത്യാർ മുനി ദേവനും കൈലാസനാഥനും ഒന്നിച്ചു വരുന്നൊരു ദിവസമായിട്ടാണ് ഇത് പറയപ്പെടുന്ന ഈ ഒരു ദിവസത്തെ മകരം 1. അപ്പോൾ ആ ദിവസമാണ് ഈ ഒന്നിച്ചു വരുന്നൊരു ദിവസം. അതിനെയാണ് ഇവിടെ പൊങ്കാല ഉത്സവമായിട്ട്
നടത്തുന്നത്. സീതയും രാമനും ഒക്കെ വനവാസത്തിന് വന്നപ്പോൾ ഇവിടെ സീത ഇവിടെ ഇറങ്ങി കുളിച്ചു എന്നതാണ് മറ്റൊരു ഐതിഹ്യം. അങ്ങനെ പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ നമുക്ക് പറഞ്ഞു കേട്ടറിവുണ്ട്. അപ്പോൾ ഇത് വർഷത്തിലൊരിക്കലാണ് ഫോറസ്റ്റ് ഇതിന് അനുമതി കൊടുക്കുന്നത്. അപ്പോൾ 2006 മുമ്പ് ഇവിടെ ക്ഷേത്രം ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇവിടെ ക്ഷേത്രം വയ്ക്കുന്നതിനുള്ള ആ അനുമതികൾ ഇപ്പോൾ ഇവർക്ക് കിട്ടാത്തത്. അതിപ്പോൾ നമ്മളല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശബരിമലയൊക്കെ വലിയ വനത്തിനുള്ളിലല്ലേ. അപ്പോൾ അതിനു മുമ്പ് ക്ഷേത്രം ഉള്ളവർക്ക് പ്രശ്നമില്ല. അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ക്ഷേത്രം വെക്കാനൊക്കെ അനുവദിക്കുക. അതിപ്പോൾ ഇവിടെ പച്ച പന്തൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തലേദിവസം വൈകുന്നേരം ഒരുക്കുന്ന പന്തലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്ന് ഉത്സവമാണെങ്കിൽ തലേദിവസം വന്നിട്ട് ഈ പന്തലൊക്കെ അവർ വന്ന് തയ്യാറാക്കും. കുലകളൊക്കെ വെച്ച് കതിർക്കുലകളൊക്കെ വെച്ച് നെല്ല്, നാളികേരം, കുല എല്ലാം ഉണ്ട്. ഇവിടെ ഉള്ളവർ തന്നെയാണ് നെടുമങ്ങാടുള്ളത്. എല്ലാ വർഷവും വരുമോ ഇവിടെ? കഴിഞ്ഞ വർഷം വന്നായിരുന്നു. ഇത്തവണ പൊങ്കാല ഇട്ടില്ല. അക്കടെ പേര് നസ്രത്ത്. എല്ലാ വർഷവും വരുമോ ഇവിടെ? പ്രധാന കവാടത്തിൽ വെച്ച് നടക്കുന്ന ഈ അന്നദാന സദ്യയിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. അനൗൺസ്മെന്റ് ഒക്കെ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ഈ പുണ്യഭൂമിയിൽ പൊങ്കാലടുപ്പുകളൊക്കെ തയ്യാറായി പായസങ്ങളൊക്കെ തയ്യാറായി വരുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് നമുക്ക് കയറി പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. ധാരാളം സ്ഥലത്തുണ്ട്. ഈ മല മുകളിൽ ചുറ്റുമുണ്ട്. എല്ലാ സ്ഥലത്തും നമുക്ക് നടന്ന് പോകാൻ പറ്റില്ല. അതിനും മാത്രമുണ്ട്. ഉണ്ടാ മല മുകളിലൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലാ വർഷവും ഓരോ പാറപ്പുറത്തും ഉണ്ട് ഇങ്ങനെ പൊങ്കാല അടുപ്പുകളാണ്. ഉണ്ടോ ഓരോ പാറപ്പുറത്തും പൊങ്കാല അടുപ്പുകളാണ്. എല്ലാവരും കാഴ്ചകളും കണ്ടു. ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ തന്നെ അതിമനോഹരമായ കാഴ്ചകളും കാണും. അതിമനോഹരമായ കാഴ്ചകളും കണ്ട് ജനങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. കണ്ട നല്ല വ്യൂ കേട്ടോ. അടിപൊളി വ്യൂ ആണ്. നമുക്കൊന്ന് സൂം ചെയ്തെടുത്ത് കളയാം. നല്ല ക്ലൈമറ്റ്, നല്ല മനോഹരമായ കാഴ്ചകൾ, മലനിരകളൊക്കെ ഇങ്ങനെ സഖ്യപർവ്വതമൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്ന കാണാം. നമുക്ക് മീശപ്പുല്ലുമൊക്കെ ആയിട്ട് അതിൻ്റെ മുകളിലൊക്കെ നിറച്ച ആൾക്കാരാണ്. നല്ല മനോഹരമായിട്ട് തോന്നുന്നു. ആൾക്കാരും കൊണ്ടിരിക്കാൻ നല്ല കളർഫുള്ളായിട്ട് തോന്നുന്നു. കുഞ്ഞുമായിട്ട് വന്നിരിക്കുകയാണ്. കണ്ട നിങ്ങളൊക്കെ എല്ലാ വർഷവും വരുവാ? പൊങ്കാല ഇട്ടിട്ടുണ്ടാ? അമ്മ പൊങ്കാല ഇട്ടാ? ഇട്ടാ? കുട്ടികളൊക്കെ അതിൻ്റെ മല മുകളിലൊക്കെ കയറി ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വൈബ്. ഇത് പൊങ്കാല ഇടാൻ അല്ലാതെ വന്നാലും നല്ല രസമാണ് കാണാനായിട്ട്. മുകളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ്, പോലീസുകാരാണെന്ന് തോന്നുന്നു. മുകളിൽ നിൽക്കുന്ന കാണാം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായിട്ട് തോന്നുന്നില്ല. പിന്നെ ആണോ എന്തോ ഈ പ്രത്യേക ഉത്സവമായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വലിയ മലക്കാർ പറഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തില്ലേ? എടുക്കാതിരിക്കുമോ? എല്ലാ നിങ്ങൾ നമ്മളെ വെച്ച് കണ്ടതല്ലേ നിങ്ങളെ? ഞാൻ ഇവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ ഒത്താണ് അവിടെ ഇരുന്നിരുന്നത്. എല്ലാ വർഷവും വരുമോ ഇവിടെ? പിന്നെ പൊങ്കാല ഇട്ടാ ഇത്തവണ? ആരാ? അമ്മൂമ്മേ? ആരാ? ചേച്ചി പൊങ്കാല ഇടുന്നുണ്ട്. വളരെ നല്ല സന്തോഷകരമാണ്. ഇവിടെ വരുമ്പോൾ നമ്മളെ ഒരു വർഷത്തെ നമ്മളെ മനസ്സിലുള്ള ടെൻഷൻ എല്ലാം റിലീഫാവും. അല്ലല്ലേ? വലിയ സിറ്റിയുടെ വലിയ
ആഡംബരങ്ങളും ബഹളവും ഒന്നുമില്ല. ഒതുങ്ങിയ സ്ഥലം, നല്ല കാറ്റ്, അതെ 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 പ്രകൃതി രമണീയത. അതെ അതെ പിന്നെ പിള്ളേരുമായിട്ട് അവർ പറയുന്ന പുതിയ ജനറേഷനിൽ നല്ല വൈബുണ്ട്. നല്ല വൈബുണ്ട്. അവരല്ലേ നമുക്കും പറയാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്നാൽ പറഞ്ഞു പോകും അറിയാതെ. നല്ല സന്തോഷകരമായ പിന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മത ഭേദമന്യേ എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെ വരുന്നൊരിടമാണ്. അല്ല, എൻ്റെ സുഹൃത്തുക്കളായ മുസ്ലിം എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ട്. ഇതിൽ അങ്ങനെയൊന്നുമില്ലല്ലോ. അതെ ഒരു ദൈവസങ്കല്പം, അത് പല രൂപത്തിലൊക്കെയാണ്. അതെ 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 അത് മനുഷ്യൻ ചെയ്യണം. പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട്. അതെ അതെ. അപ്പോൾ ശരി, പോലീസുകാർ അങ്ങോട്ട് പോകുന്നു. അവരോട് എന്താണ് കാര്യം ചോദിക്കുക. അവർ മലമുകളിൽ നാളെ പിള്ളേരെ ഇറക്കാനാണോ എന്നൊരു സംശയമുണ്ട്. അതങ്ങോട്ട് അത് കണ്ടിട്ടാണ് ഞാനും അങ്ങോട്ട് ഇറങ്ങിയത്. ഇത് ടോക്കോമാൻ, TOCOMAN. നമ്മൾ തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ, 1 മാസമേ ആയുള്ളൂ. അപ്പോൾ നിങ്ങളെടുത്ത് നോക്കുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കണം. അടിച്ചു ചേർത്തേക്ക്. പോലീസുകാർ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്താ കാര്യം നമുക്ക് അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ സദ്യ അവിടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഷൂട്ടും ചെയ്തിട്ടിങ്ങ് പോരാന്ന് വിചാരിച്ചാണ്. അപ്പോൾ പോലീസുകാർ മുൾപോട്ട് കയറുന്നത്. അപ്പോൾ അവരെന്താ പറയുന്നത്, അവരുടെ ഇൻസ്ട്രക്ഷൻ എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരെ ഇറക്കാൻ വേണ്ടി പോണതാണോ എന്താണെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് പോയി നോക്കാം. കാണാൻ പോകുന്നതാണെന്ന് പറയുന്നു, കാണാൻ പോകണമെന്നും പറയുന്നു. സാഗരം പോലെ കിടക്കണം.